Good evening, students. Plus 2 Humanities Computer Application Lab Activity. Next question. Some data about students are given below. Convert the data directly into tabular form using the LibreOffice Writer. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റ. ഈ ഡാറ്റയെ ടേബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദെൻ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഡാറ്റനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ തന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുക. സേവ് ദ ഫയൽ ആസ് മാർക്ക് ലിസ്റ്റ് ODT. ഇൻസേർട്ട് ന്യൂ റോ ഇൻ ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ഫോർത്ത് റോ ആൻഡ് എൻ്റർ ദ സാമ്പിൾ റെക്കോർഡ്. ഫോർമാറ്റ് ദ ടേബിൾ യൂസിങ് ആൻ അട്രാക്റ്റീവ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ്. റിമൂവ് ദ ലാസ്റ്റ് കോളം ഓഫ് ദ ടേബിൾ. റിമൂവ് ദ ഫോർത്ത് കോളം ഓഫ് എ ടേബിൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുക എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ LibreOffice Writer. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ബാറിൽ LibreOffice Writer എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ LibreOffice Writer എന്ന് സെർച്ച് ചെയ്തു. LibreOffice Writer ഓപ്പൺ ചെയ്യുക. നമ്മുടെ LibreOffice Writer ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഓപ്പൺ ചെയ്ത് LibreOffice Writer ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്, ഡാറ്റയെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റയെ നമ്മൾ ടേബുലാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സം ഡാറ്റ അബൌട്ട് സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. കൺവേർട്ട് ദ ഡാറ്റ ഡയറക്ട്ലി ഇൻ ടു ടേബുലാർ ഫോം. അപ്പോൾ ഈ ഒരു ഡാറ്റനെ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡാറ്റയെ സെലക്ട് ചെയ്യുക, ഷോർട്ട് കീ യൂസ് ചെയ്യുക, Ctrl+A. ഡാറ്റയെ സെലക്ട് ചെയ്തു. ഡാറ്റയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെനു ബാറിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുക. ടേബിളിൽ കൺവേർട്ട്, ദെൻ ടെക്സ്റ്റ് ടു ടേബിൾ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അതറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷനിൽ അതറിന് നേരെ കാണുന്ന ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കോമ. അതായത് നമുക്കിവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, ദ ടെക്സ്റ്റ് സെപ്പറേറ്റർ ഈസ് കോമ. ഇവിടെ കോമൻ്റെ സിമ്പിൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോമ. എന്നിട്ട് ഫോർമാറ്റിൽ ഡിഫോൾട്ട് ടേബിൾ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേബിളിന് നമ്പർ ഫോർമാറ്റ് സെറ്റ് ചെയ്യും, ബോർഡർ സെറ്റ് ചെയ്യും, ഫോണ്ട് സെറ്റ് ചെയ്യും, പാറ്റേൺ സെറ്റ് ചെയ്യും, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതേപോലെ ഒരു ടേബിൾ സ്ട്രക്ചറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ്. ദെൻ ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ A ക്വസ്റ്റ്യൻ. സേവ് ദ ഫയൽ ആസ് മാർക്ക് ലിസ്റ്റ് ODT. അതായത് നമ്മളോട് ഈ ഫയൽ സേവ് ചെയ്യണം. നമ്മളിപ്പോൾ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഫയലിനെ മാർക്ക് ലിസ്റ്റ് .odt എന്നുള്ള പേരിൽ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഡെസ്ക് ടോപ്പിലോട്ട് സേവ് ചെയ്യുക.
ഡെസ്ക്ടോപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫയലിൻ്റെ പേര് മാർക്ക് ലിസ്റ്റ്. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യുക. മാർക്ക് ലിസ്റ്റ്. ODT എന്നുള്ളത് ലൈബ്രറി ഓഫീസ് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. സേവ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്ക് ലിസ്റ്റ് ODT എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. ഇൻസേർട്ട് എ ന്യൂ റോ ഇൻ ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് റോ ആൻഡ് എൻ്റർ എ സാമ്പിൾ റെക്കോർഡ്. അതായത് മൂന്നാമത്തെ റോയുടെയും നാലാമത്തെ റോയുടെയും ഇടയിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം. അതിലോട്ടൊരു സാമ്പിൾ റെക്കോർഡ് ടൈപ്പ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് റോയിൽ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ഇൻസേർട്ട് റോസ് ബിലോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്ത് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഞാൻ 6, ഇവിടെ അബി, എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്യുക. അബി, ദെൻ 20, ദെൻ ടോട്ടൽ മാർക്ക് 60. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സി പാർട്ട്. ഫോർമാറ്റ് ദ ടേബിൾ യൂസിങ് ആൻ അട്രാക്റ്റീവ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ്. ഇവിടെ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, അതായത് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഉള്ളിൽ ഓൾറെഡി മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സ്ട്രക്ചറുകളുണ്ടാവും. ആ സ്ട്രക്ചറിനെ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്ത ഡാറ്റകൾക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡാറ്റനെ സെലക്ട് ചെയ്യണം. ഷോർട്ട് കീ യൂസ് ചെയ്ത് ഡാറ്റനെ സെലക്ട് ചെയ്യുക. Ctrl+A. അപ്പോൾ നമ്മുടെ ടേബിൾ ഫുള്ള് സെലക്റ്റായി. ഇനി എന്ത് ചെയ്യുക? ടേബിളിൽ പോവുക. അതിൽ ഓട്ടോ ഫോർമാറ്റ് സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ ഒരുപാട് സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഈ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേബിളിന് ഒരു ഫോർമാറ്റ് സ്റ്റൈല് സെറ്റായിട്ടുണ്ടാവും. ഇനി അപ്പോൾ നമ്മൾ സി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡി ക്വസ്റ്റ്യൻ, റിമൂവ് ദ ലാസ്റ്റ് കോളം ഓഫ് എ ടേബിൾ. ഇപ്പോൾ ലാസ്റ്റ് കോളം ഏതാ? ഇതാണ് ഡി ക്വസ്റ്റ്യൻ. റിമൂവ് ദ ലാസ്റ്റ് കോളം ഓഫ് ദി ടേബിൾ. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം ആൻഡ് സിക്സ്ത് കോളം. അപ്പോൾ നമുക്ക് ഏത് കോളാണോ റിമൂവ് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക. ആ കോളത്തിൻ്റെ അവിടെ ജസ്റ്റ് മൗസ് പോയിൻ്റർ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചൂസ് ചെയ്യുക. ദെൻ അവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ കോളംസ്, നമുക്ക് കോളംസ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. കോളംസ് സെലക്ട് ചെയ്യുക. റിമൂവ് കോളംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് പോകും, റിമൂവ് ആയി പോകും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇ. റിമൂവ് ദ ഫോർത്ത് റോ ഓഫ് ദി ടേബിൾ. അതായത് നാലാമത്തെ റോ റിമൂവ് ചെയ്യണം. ഓക്കെ, ഏതതിൽ നാലാമത്തെ റോ? 1 2 3 4 5. ഓക്കെ, ഇതിൽ നാലാമത്തെ കോളം നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1 2 3 4 ഇതിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഓർഡറിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് 6th ക്ലാസ് നമ്പർ നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നാലാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്യേണ്ട റോ സെലക്ട് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിക്കുക.
അതിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഡിലീറ്റ് റോ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് വരുന്ന സമയത്ത് 4ാമത്തെ റോ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.